ഹായ് ഹലോ എല്ലാവർക്കും അന്നാസ് കഫേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ളൊരു പക്കാവടയാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പം തന്നെ തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന ഒരു 4 മണി പലഹാരമാണിത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് അന്നാസ് കഫേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ഇത് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് ഷെയറും ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇവിടെ ബ്രെഡ് പക്കോട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള 5 ബ്രെഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ബ്രെഡ് ഞാനിവിടെ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇത്രയും തന്നെ മതിയാകും. അടുത്ത് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ സവാളയാണ്. ഒരു വലിയ സവാള തന്നെ എടുക്കാം നമുക്ക്. ഇതിന് ഈ നീളത്തിനരിഞ്ഞ സവാളയാണ് എടുക്കേണ്ടത്. ഇതിനെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തക്കാളിയാണ്. തക്കാളി ഇഷ്ടമില്ല അങ്ങനെയുള്ളവർക്ക് ക്യാപ്സിക്കം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ക്യാപ്സിക്കം, ക്യാരറ്റ് അങ്ങനെ ഇഷ്ടമുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്ന. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിന് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ്. അടുത്ത് ചേർക്കുന്നത് കടലമാവാണ്. കടലമാവ് ഞാൻ ഈ ഒരു ചെറിയ ബൗളിന് 1 ബൗളാണ് എടുത്തേക്കുന്നത്. ഇത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ അളവിന് കാണും. അപ്പം അത്രയും കടലമാവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടിക്ക് കുറച്ച് ചേർത്താൽ മതിയാകും. കാരണം നമ്മൾ പച്ചമുളക് ചേർത്തതിൻ്റെ പേരിൽ കളറിന് വേണ്ടിയിട്ട് മാത്രം ഒരിച്ചിരി മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിന് ഗരം മസാല, പിന്നെ പെപ്പർ പൗഡർ ഇഷ്ടമുള്ളവർക്ക് അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി വെള്ളം മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം മാത്രമേ നമ്മൾ ഒഴിക്കാവൂ. പിന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആ ബ്രെഡെല്ലാം നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിവിടെ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പരുവം തന്നെ നമുക്ക് മതിയാകും. അപ്പോൾ ഞാൻ അടുപ്പത്തെ എണ്ണയൊന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഈ ഒരു അളവിനനുസരിച്ച് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം ലോ ഫ്ലെയിമിൽ വെക്കുവാണെങ്കിൽ എണ്ണ എല്ലാം അത് ഒരുപാട് എടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുവാണെങ്കിൽ അത് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലായിരുന്നാൽ നമുക്ക് നല്ലതുപോലെ വെന്ത് കിട്ടുകയും ചെയ്യും. എണ്ണയാണെങ്കിൽ ഒത്തിരി അത് പിടിക്കത്തുമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പം ഒരു പുറമൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ബ്രെഡ് പക്കോട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 4 മണി പലഹാരമായിട്ട് നമുക്ക് എളുപ്പം തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു വിഭവമാണിത്. ഇത് നല്ലതുപോലെ പാകമായിട്ടുണ്ട്. അപ്പം ഞാനിതിനെ ഒന്ന് കോരിയെടുക്കുവാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് കൂടെ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള 4 മണി പലഹാരം ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ സ്റ്റേ സേഫ്.